ഡൽഹിയിലെ തോൽവിക്ക് പിന്നാലെ പഞ്ചാബിലെ ആം ആദ്മി സർക്കാരിലും പ്രതിസന്ധി. മുഖ്യമന്ത്രി ഭഗവത് മാനിനോട് എതിർപ്പുള്ള 30 MLA-മാർ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. MLA-മാരുടെ യോഗം വിളിച്ച് ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ MLA-മാരുമായി ചർച്ച തുടങ്ങിയെന്ന് കോൺഗ്രസ്. പിന്നാലെയാണ് ഡൽഹി MLA-മാരുടെ അടിയന്തര യോഗം. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത്. 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ വീണ്ടും BJP സർക്കാർ അധികാരമേറ്റു. പിന്നാലെയാണ് ഇത്തരത്തിലുള്ള സന്നദ്ധത അറിയിച്ച് 30ഓളം MLA-മാർ ആം ആദ്മി പാർട്ടിയിൽ നിന്നും രാജിവെക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. ഇതിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അവരുമായി ചർച്ച തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഡൽഹിയിലെ ആ വലിയ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഇപ്പോൾ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ഒരു വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുകയാണ്. പ്രധാനമായും മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാനിന്റെ പ്രവർത്തന രീതിയോട് എതിർപ്പുള്ള 30 MLA-മാർ ഈ രാജ്യസന്നദ്ധ അറിയിച്ചതാണ് ഇപ്പോൾ പഞ്ചാബിനെ സംബന്ധിച്ചോളം ആം ആദ്മി പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. പ്രധാനമായും മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ ഒരു ഏകാധിപത്യ നിലപാടാണ് സ്വീകരിക്കുന്നത്. തൊട്ടു പിന്നാലെ BJP-യെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നീ ആരോപണങ്ങളാണ് പ്രധാനമായും ഈ രാജ്യസന്നദ്ധ അറിയിച്ച 30 MLA-മാർ ആരോപിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഭാഗമായി ഇപ്പോൾ ഒരു അടിയന്തര യോഗം AAP ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഡൽഹിയിലേക്ക് 30 MLA-മാരുടെ യോഗം ഡൽഹിയിൽ ചേരും. ഈ MLA-മാരടക്കം മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാനും അടക്കം മന്ത്രിമാരടക്കമുള്ള ഒരു യോഗം, അടിയന്തര യോഗം തന്നെ ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഡൽഹിയിൽ ഒരു അടിയന്തര യോഗം ചേരും. വലിയ രീതിയിലുള്ള ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോളം വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നിലവിൽ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഡൽഹിയിൽ കിട്ടിയ ആ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഇപ്പോൾ രാജ്യത്ത് മറ്റൊരു ആകെ ഭരിക്കുന്ന പഞ്ചാബിലും ഇപ്പോൾ പാർട്ടി വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. എന്തായാലും ഈ 30 MLA-മാരും മന്ത്രിമാരും അടക്കം മുഖ്യമന്ത്രി ഭഗവത് സിംഗിനടക്കം ഇന്ന് ഡൽഹിയിലേക്ക് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോളം പഞ്ചാബ് സർക്കാരിനെ സംബന്ധിച്ചോളം ഒരു നിർണായകമാണ്. ഇന്നത്തെ ചർച്ചയിൽ ഒരു നിർണായക തീരുമാനമെടുക്കും. അതിനുശേഷമായിരിക്കും ഈ പഞ്ചാബ് സർക്കാരിൽ ഇനി ഏതെല്ലാം രീതിയിൽ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഈ 30 MLA-മാർ രാജ്യസന്നദ്ധ അറിയിച്ചാൽ ഇനി പഞ്ചാബിന്റെ രാഷ്ട്രീയം എങ്ങനെയായിരിക്കുമെന്നെല്ലാം ഇന്ന് നടക്കുന്ന നിർണായക യോഗത്തിൽ ചേരും. എന്തായാലും അതേസമയം തന്നെ പഞ്ചാബിലെ ഈ രാജ്യസന്നദ്ധ അറിയിച്ച 30 MLA-മാർ ഈ കോൺഗ്രസിന്റെ പക്ഷത്താണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വരുതിയിലാണെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് ബജ്വ അവകാശപ്പെടുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഒരു അടിയന്തര യോഗം, MLA-മാരുടെയും മന്ത്രിമാരുടെയും അടിയന്തര യോഗം ഡൽഹിയിൽ വിളിപ്പിച്ചത്. എന്തായാലും ഈ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ നേതൃത്വത്തിൽ വലിയ ഒരു ചർച്ച നടത്തും. തൊട്ടു പിന്നാലെയായിരിക്കും വിവിധ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത്. എന്തായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോളം ഇന്ന് ഒരു നിർണായക ദിവസം തന്നെയാണ്. ഡൽഹിയിൽ കിട്ടിയ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഈ ആം ആദ്മി പാർട്ടി ഇപ്പോൾ പഞ്ചാബിലും വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്. 30 MLA-മാർ കോൺഗ്രസിലേക്കാണെന്ന്, അല്ലെങ്കിൽ കോൺഗ്രസ് വരുതിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പഞ്ചാബിനെ സംബന്ധിച്ചോളം 92 സീറ്റുള്ള ആം ആദ്മി പാർട്ടിക്ക് 92 സീറ്റുള്ള പഞ്ചാബിനെ സംബന്ധിച്ചോളം 30 MLA-മാർ തങ്ങളുടെ പക്ഷത്തുനിന്ന്, തങ്ങളുടെ വരുതിയിൽ നിന്ന് പോയാൽ ഇനിയുള്ള പഞ്ചാബിനെ സംബന്ധിച്ചോളം, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോളം ഇനിയുള്ള രാഷ്ട്രീയ സാഹചര്യം എന്തായിരിക്കും എന്നൊരു ചോദ്യചിഹ്നമാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ ഒരു അടിയന്തര യോഗം ചേർന്നത്. അതേസമയം തന്നെ ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ട അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പഞ്ചാബിലെ ലുധിയാന വെസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്നൊരു ഒരു ആരോപണം ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. പ്രധാനമായും ഡൽഹി തോറ്റതിന് പിന്നാലെ ഇനി പഞ്ചാബിൽ ഒരു കൈ നോക്കാമെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു രാഷ്ട്രീയം എന്നാണ് ഇപ്പോൾ
പ്രതിപക്ഷമടക്കം BJP അടക്കം ആരോപിക്കുന്നത്. എന്തായാലും പഞ്ചാബിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കുമെന്നും ഒരു സർക്കാർ മാറ്റത്തിന് തുനിയുമെന്നും കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ MLA-മാരുടെ നിർണായക യോഗം വിളിച്ചത്. എന്തായാലും MLA-മാരടക്കം മന്ത്രിമാരടക്കം മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മന്നുമടക്കം ഇന്ന് ഒരു അടിയന്തര യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. അരിത രാജേഷ്, അതേസമയം തന്നെ ഈ 30 MLA-മാർ എന്നത് ഒരു ചെറിയ സംഖ്യയല്ല. ഒരേ സമയത്ത് തന്നെ 30 MLA-മാർ കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഏത് തരത്തിലുള്ള ഒരു നീക്കമായിരിക്കാം അരവിന്ദ് കെജ്രിവാൾ നടക്കാൻ പോകുന്നത്? പഞ്ചാബിനെ സംബന്ധിച്ചോളം 117 നിയമസഭാ സീറ്റുകളാണുള്ളത്. അതിൽ 92 സീറ്റ് ആം ആദ്മി പാർട്ടിക്കും 18 സീറ്റ് കോൺഗ്രസിനുമാണുള്ളത്. ശിരോമണി അകാലിദളിന് 3 സീറ്റുമാണുള്ളത്. ഒരു 30 MLA-മാർ പോയാൽ പഞ്ചാബിൽ കോൺഗ്രസിന് അധികാരത്തിലെത്താൻ ഒരു സാധ്യത കുറവാണ്, സാധ്യത ഇല്ല തന്നെ. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഇനിയുള്ള കോൺഗ്രസിനെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോളം 30 MLA-മാർ പോയാൽ തുടരെയുള്ള ഇനിയുള്ള MLA-മാർ കൂറുമാറാനോ അല്ലെങ്കിൽ മറുകണ്ഠം ചാടാനുള്ള സാധ്യതയും ഇപ്പോൾ AIP വ്യക്തമാക്കുന്നുണ്ട്. ഡൽഹിയെ സംബന്ധിച്ചോളം ഡൽഹിയിൽ ഒരു കാലത്ത് AIPയുടെ മുഖമായിരുന്നവരായിരുന്നു ഇപ്പോൾ നിലവിൽ BJP അല്ലെങ്കിൽ താമര ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചത്. ഇതെല്ലാം അരവിന്ദ് കെജ്രിവാൾ അടക്കം AIP നേതൃത്വം അടക്കം ഒരു ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് പഞ്ചാബിനെ സംബന്ധിച്ചോളം 30 MLA-മാർ നഷ്ടപ്പെടുകയാണെങ്കിലും രാജ്യസന്നദ്ധ അറിയിച്ചാലും പഞ്ചാബിനെ സംബന്ധിച്ചോളം കോൺഗ്രസിന് ഒരു അധികാരത്തിലെത്താൻ ഒരു സാധ്യത കുറവാണ്. 117 നിയമസഭാ സീറ്റാണ് പഞ്ചാബിനെ സംബന്ധിച്ചോളം. നിലവിൽ 92 സീറ്റുകളാണ് ഇപ്പോൾ AIPക്കുള്ളത്. കോൺഗ്രസിന് 18 സീറ്റും അകാലിദളിന് 3 സീറ്റുമാണുള്ളത്. എന്തായാലും ഈ 30 MLA-മാർ രാജിവെച്ച് അല്ലെങ്കിൽ കോൺഗ്രസിന് ഒപ്പം ചേർന്നാലും കോൺഗ്രസിന് ഒരു സംസ്ഥാനം ഭരിക്കാൻ ഒരു സാധ്യത കുറവാണ്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ ഇനിയുള്ള കൂറുമാറ്റം അല്ലെങ്കിൽ തുടരെയുള്ള കൂറുമാറ്റമാണ് പഞ്ചാബിനെ സംബന്ധിച്ചോളം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോളം വലിയ പ്രതിസന്ധിയാവുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ അടിയന്തര യോഗം വിളിക്കാൻ തീരുമാനിക്കുന്നത്. ഹരിത ശരി, രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.